ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മൾ ഇന്നൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. PSC മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് തരും, അത് ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, പൂക്കോട്ടൂർ കലാപം ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഏതാണ്? മലബാർ കലാപം. അപ്പം ഇത്തരത്തിലുള്ള ഫാക്ട്സ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഞങ്ങൾ അപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ആദ്യത്തേതാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്നതെന്നാണ് 1921. മലബാർ കലാപവുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് മലബാർ കലാപം. വടക്കേ വീട്ടിൽ മുഹമ്മദ്, ആ ഒരു പോയിന്റ് ഓർത്തോണം. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവം. അതുപോലെ പൂക്കോട്ടൂർ കലാപം എന്തുമായി ബന്ധപ്പെട്ടതെന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതുപോലെ വാഗൺ ട്രാജഡി, വാഗൺ ട്രാജഡിയും ഏത് കലാപവുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മലബാർ കലാപം. പൂക്കോട്ടൂർ കലാപം, വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ അറസ്റ്റ്, അതുപോലെ വാഗൺ ട്രാജഡി, ഈ മൂന്ന് കാര്യവും മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. വാഗൺ ട്രാജഡി എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? തിരൂർ മുതൽ പോത്തന്നൂർ വരെ. തിരൂർ മുതൽ പോത്തന്നൂർ വരെ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സാ പറഞ്ഞത്. ഈ പോയിന്റ്സ് എല്ലാം തന്നെ PYQs ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, അത്ര ശ്രദ്ധ കൊടുത്ത് തന്നെ നിങ്ങൾ കേൾക്കണം. ഓക്കെ, രണ്ടാമത്തെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് കേസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? KB മേനോന്, കുഞ്ഞിരാമക്കിടാവ്. KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ്. ഓക്കെ, അടുത്താണ് നിവർത്തന പ്രക്ഷോഭം. എന്നാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത്? 1932. നിവർത്തന പ്രക്ഷോഭം 1932. ഇതുമായി റിലേറ്റ് ചെയ്ത് നടന്ന സംഭവമാണ് കോഴഞ്ചേരി പ്രസംഗം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം നടന്നതെന്നാണ്? 1935. ഈ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ്? C. കേശവൻ. കോഴഞ്ചേരി പ്രസംഗം C. കേശവൻ. ഇതെല്ലാം PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. മലബാർ കലാപം 1921, അതുമായി റിലേറ്റ് ചെയ്ത സംഭവങ്ങളാണ് പൂക്കോട്ടൂർ കലാപം, വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ അറസ്റ്റ്, വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി എവിടെ മുതൽ എവിടം വരെയായിരുന്നു? തിരൂർ ടു പോത്തന്നൂർ. അടുത്താണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 9 നടന്നു. അതുമായി റിലേറ്റ് ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അവിടെ രണ്ടുപേരെ ഓർക്കണം, KB മേനോന്, കുഞ്ഞിരാമക്കിടാവ്. അടുത്താണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. അതുമായി റിലേറ്റ് ചെയ്താണ് കോഴഞ്ചേരി പ്രസംഗം. 1935 നടത്തിയതാരാണ്? C. കേശവൻ. അടുത്താണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1924. വൈക്കം സത്യാഗ്രഹം 1924. ആ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നടന്ന ഏതാണ്? സവർണജാഥ. വൈക്കം സത്യാഗ്രഹം, സവർണജാഥ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം, സവർണജാഥ, മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അടുത്തതാണ് റൗലറ്റ് വിരുദ്ധ സമരം. റൗലറ്റ് വിരുദ്ധ സമരം 1919. റൗലറ്റ് വിരുദ്ധ സമരം 1919. ഇതുമായി റിലേറ്റ് ചെയ്ത് നടന്ന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. അപ്പൊ റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഞാനിപ്പോ പറഞ്ഞ ഒരൊറ്റ പോയിന്റ്സ് പോലും PSC ചോദിക്കാത്തില്ല, അത്രക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്ര ശ്രദ്ധ കൊടുത്ത് തന്നെ നിങ്ങളിത് കേട്ടോണം. ഒന്നുകൂടെ പറയാം. മലബാർ കലാപം 1921. പൂക്കോട്ടൂർ കലാപമാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. പൂക്കോട്ടൂർ കലാപം, വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ അറസ്റ്റ്, വാഗൺ ട്രാജഡി. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 9. അതുമായി റിലേറ്റ് ചെയ്ത് കീഴരിയൂർ ബോംബ് കേസ്. രണ്ടുപേരെ ഓർക്കണം, KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ്. നിവർത്തന പ്രക്ഷോഭം 1932. കോഴഞ്ചേരി പ്രസംഗം 1935 C. കേശവൻ. വൈക്കം സത്യാഗ്രഹം, സവർണജാഥ, മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം നടന്നതെന്നാണ്? 1924. റൗലറ്റ് വിരുദ്ധ സമരം 1919 റിലേറ്റ് ചെയ്ത് വരുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. അപ്പൊ ഈ ഒറ്റ ക്ലാസ്സിൽ തന്നെ എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടി? ഇതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും PSC ഫോളോ ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് പഠിക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു 50% മാർക്ക് കിട്ടും. നമ്മൾ കാർഡ് അടിച്ച് വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് പുസ്തകങ്ങളോ അല്ലെ ഒരുപാട് ഫാക്ട്സ് പഠിച്ചു വെച്ചാലും നമുക്ക് PSCക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ
വളരെ സയൻറ്റിഫിക് ആയിട്ട് വേണം പഠിക്കാൻ. PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വേണം ആദ്യം നമ്മൾ പഠിച്ചു വെക്കാൻ. അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ. അപ്പം നമ്മുടെ ഭാഗത്ത് ഒരു 50% മാർക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് മൊത്തം. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. മറ്റൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്